Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റിയായ കൂർക്കിൻ ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കിലോനോളം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആദ്യം കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് വെച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ബാക്കി കുരുമുളക് പൊടിയാണ് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തല്ല, വറുത്തിട്ട് ചെറുതായി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 തണ്ട് വേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇനി നമുക്കിത് ഗ്യാസ്മേ വെക്കാം. എന്താ ഞാനിപ്പോൾ ഗ്യാസ്മേ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല, നമ്മുടെ ഇറച്ചിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൂർക്ക എന്താ ഞാനിപ്പോൾ നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് വെന്തതിന് ശേഷം 3/4 വേവ് ആയതിന് ശേഷം നമുക്കത് തുറന്നിട്ട് അതിലേക്ക് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുക്കണം. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 3/4 വേവോളം ആയിട്ടുള്ളൂ. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കൂർക്ക ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം. റോസ്റ്റിനുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പെരിഞ്ജീരകമൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ സവാളയാണ്. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ടിട്ടാനായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. സവാളയൊക്കെ ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തണ്ട് ഇങ്ങനെ ഇട്ട് ഞാനല്ല, ഉമ്മയാണ്. ഇതപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയൊരു തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ തക്കാളി നന്നായി വഴണ്ടു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിനി വേറെ പൊടികളൊന്നും ഇടുന്നില്ല, മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ നമ്മുടെ ബീഫും കൂർക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയും ബീഫും കൂർക്കൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി വിതറാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റായ കൂർക്കയും ബീഫ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സൂപ്പർ വീഡിയോ വരുന്നവരെ ബൈ ബൈ.